മഹാഗുരു ശരണം. ഇന്ന് മാർച്ച് 12. എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ദൈവാംശങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞ് ഇന്ന് പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെന്ന് എല്ലാവർക്കും വേണ്ടി സങ്കല്പം കൊടുക്കാം. കുറേയധികം ആൾക്കാരുടെ മെസ്സേജുകൾക്ക് ഇന്നലെ റിപ്ലൈ അയച്ചു, അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ട്. ഇതിൽ പല ആൾക്കാരും ടെക്സ്റ്റ് മെസ്സേജിലെല്ലാം ഒന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊരു എനർജി കണക്ഷൻ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിളിക്കുന്നുണ്ട്. ഇന്നലെയും കുറേയധികം ആൾക്കാരെ, അത് സാധാരണ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ അടുത്ത് ബ്ലെസ്സിങ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നലെ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം രാത്രി വരെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ അവർക്ക് വേണ്ടിയിട്ട് പഴവങ്ങാടി ഗണപതിക്ക് അടിക്കാനായിട്ട് തേങ്ങ ഒഴിഞ്ഞെടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞ് അധികം ആൾക്കാരെ വിളിക്കാൻ സാധിച്ചില്ല, എങ്കിലും വിളിച്ചു. കുറേ അധികം വിളിച്ച ആൾക്കാരുടെ ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നത്ര ആൾക്കാരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും യാത്രയിൽ റേഞ്ച് കിട്ടുന്നതനുസരിച്ച് കഴിയുന്നത്ര ആൾക്കാരെ വിളിക്കും. ഇതൊരു BSNL നമ്പറായതുകൊണ്ട് തന്നെ റേഞ്ചിൻ്റെ കാര്യത്തിൽ അല്പം എല്ലാവർക്കും അറിയാമല്ലോ, കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ സ്വന്തം BSNL ആണ്. അപ്പോൾ പല ആൾക്കാരും, പ്രത്യേകിച്ച് കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മനസ്സ് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ചിന്തകൾ, പലവിധ ചിന്തകൾ വരുന്നു. അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നില്ല. അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയും എന്നുള്ള ചിന്തകൾ, അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്നില്ല. ഇത് കിട്ടിയ ഫീഡ്ബാക്കാണ്, വ്യക്തിപരമായിട്ട് ചിലർ പറഞ്ഞ ഫീഡ്ബാക്കാണ്. അപ്പോൾ അവരെ നോക്കുമ്പോൾ അവർക്കൊരു ദൈവാധീനമില്ല. നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ ആരെങ്കിലും കളിയാക്കുകയോ നമ്മളൊരു ഒരു പരീക്ഷണ വസ്തുവോ അല്ലെങ്കിൽ ഒരു പ്രദർശന വസ്തുവായാൽ മനസ്സിലാക്കുക, നമ്മുടെ കാർമ്മികം കുറേ അധികം അതിൽ പ്യൂരിഫൈ ആയി പോകുന്നു. എപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്തിനാണ് ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുന്നത്? നമ്മൾ നമ്മളെ മാത്രം ശ്രദ്ധിച്ചാൽ പോരെ. നമ്മളെയല്ല, നമ്മൾ അവിടെ ഇരിക്കുന്ന ദൈവത്തെ കാണാനാണ് പോകുന്നത്, നാട്ടുകാരെ കാണാനല്ലല്ലോ. ഇന്നലത്തെ ഒരു ഫീഡ്ബാക്കാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അത് പറയുന്നു. പിന്നെ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ സ്ഥിരം പോയിരുന്ന നമ്മുടെ കുടുംബ ദേവത, അല്ലെങ്കിൽ ഗ്രാമദേവത, മൂലകുടുംബം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മളെ പിതൃക്കന്മാർ അവിടെ പോയിരുന്നു ആരാധിച്ചിരുന്നെങ്കിൽ ആ എനർജിയായിട്ട് നമുക്ക് കണക്റ്റ് ആകും എന്നുള്ളതാണ് എൻ്റെ ഗുരു പറഞ്ഞു തന്നിരിക്കുന്നത്. അതാണ് പലർക്കും പല അമ്പലങ്ങളിലും പോകുമ്പോൾ, പണ്ട് തൊട്ട് പൂർവികമായിക്കൊണ്ടിരുന്ന അമ്പലങ്ങളിൽ പോകുമ്പോൾ പലർക്കും ഈ ശരീരത്തിൽ കുളിര് കോരുന്നത്, അല്ലെങ്കിൽ രോമം എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ടെല്ലാം ഒരു ഫീലിംഗ് വരും. അത് വരുന്നത് നമ്മുടെ ഓറയിൽ അവിടുത്തെ ആ എനർജി സ്വാധീനിക്കുന്നതും, ആ എനർജി സ്വാധീനിക്കാനായിട്ട് മീഡിയമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പിതൃക്കന്മാരുടെ എനർജിയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ ഗുരു പറഞ്ഞത് അനുസരിച്ചും അതാണ് സത്യം. അപ്പോൾ നമ്മുടെ പിതൃക്കന്മാരുടെ അനുഗ്രഹമില്ലാണ്ട് ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ചിന്തകളും കാർമ്മികമായിട്ട് ബന്ധമുണ്ട്, മനസ്സും കാർമ്മികമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോവുക, പിന്നെ ആരെങ്കിലും ആചാര്യന്മാരുണ്ടെങ്കിൽ അവരെ കണ്ട് അവരുടെ അടുത്ത് ബ്ലെസ്സിങ് വാങ്ങിക്കുക. അപ്പോൾ ബ്ലെസ്സിങ് എത്ര പേര് ചെയ്യുന്നൊന്നും അറിയില്ല. ഇന്നലെ തന്നെ ഞാൻ തേങ്ങ ഒഴിഞ്ഞതിൻ്റെ എഫക്റ്റ് എനിക്ക് കിട്ടി. ഇന്നലെ രാത്രി തന്നെ, വരുന്ന വഴിക്ക് തന്നെ എനിക്ക് കിട്ടി. അതിൻ്റെ കാര്യം ഞാൻ 4-5 ദിവസം കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം. ഞാൻ ആരെങ്കിലും ഫിസിക്കലി നേരിട്ട് കണ്ട് ബ്ലെസ് ചെയ്യുന്നു, ഇതാണെങ്കിൽ അവരുടെ കാർമ്മികം വാങ്ങിക്കുന്നു എന്നുള്ളതറിയാം. വീഡിയോ കോൾ ചെയ്തും ചിലരെ ഇന്നലെയും ബ്ലെസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയും കിട്ടും. കാര്യം അതേ സമയത്ത് മനസ്സ് അവിടെ എത്തുകയാണ്. അപ്പോൾ ഇന്നലെ വീഡിയോ കോൾ ചെയ്ത് ചില ആൾക്കാരോട് വീടിന് ചുറ്റും കാണിക്കണമെന്ന് പറഞ്ഞാൽ ആ വീടിന് ചുറ്റും കാണിക്കുമ്പോൾ അവിടുത്തെ എനർജി പോയിൻറ്റ്സ് മനസ്സിലായി. അതെല്ലാം എൻ്റെ കഴിവല്ല കേട്ടോ, അതെല്ലാം ഗുരുക്കന്മാരുടെ അനുഗ്രഹം, ഉപാസനാമൂർത്തികൾ ആയിട്ട് ആ എനർജി കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ശക്തി, യൂണിവേഴ്സൽ എനർജി പലതായിട്ട് വിരിഞ്ഞിരിക്കുന്നു. അത് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം പ്രയോജനങ്ങളുണ്ടാകും. അപ്പോൾ ഏതായാലും ആറ്റുകാൽ പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച്, ഇവിടെ ഇപ്പോൾ വൈഫൈ വെച്ചാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അവിടെ എന്താണെന്നറിയില്ല. BSNLൻ്റെ വൈഫൈ അവിടെ വർക്ക് ചെയ്യുമോ എന്താണെന്നറിയില്ല. പിന്നെ നിൽക്കുന്ന റൂമിൽ വൈഫൈ ഉണ്ടെങ്കിൽ അത് വെച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനകൾ, ജപം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പുണ്യം എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കുടുംബസമേതം ആയുരാരോഗ്യ സൗഖ്യം, സൽസന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാവിഷ്ടം ഉണ്ടാകുവാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം,
അതിനുശേഷം അവരാഗ്രഹിക്കുന്ന രീതിയിലൊരു പ്രൊഫഷനോ ജോലിയോ സർവീസോ ലഭിക്കുവാനും എല്ലാവരുടെയും ജീവിതത്തിൽ സദാ സർവദാ സർവത്ര സന്തോഷവും സമാധാനവും സമൃദ്ധി ഉണ്ടാകാനും ആ യൂണിവേഴ്സിൻ്റെ ആ ഗോൾഡൻ ഓറ എനർജി പ്രൊട്ടക്ഷൻ നമ്മുടെ ജീവിതത്തിൽ സദാ സർവദാ സർവത്ര ഉണ്ടാകാനായിട്ട് എൻ്റെ ഗുരുപരമ്പരകളെ ഉപാസനാമൂർത്തികളെയെല്ലാം മാധ്യമമായി വെച്ചുകൊണ്ട് പരാശക്തി പരമാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.